Good afternoon, children. So, today we are going to learn about sound waves. Okay, so in this topic, we will learn about how sound comes from vibrations and discover how particles vibrate in a sound wave and find out why sound does not travel in vacuum. So, before that, we have to give some examples of very loud sounds and very quiet sounds. ഇപ്പോൾ ലൗഡ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ ഫയർ വർക്ക്സ് അതൊക്കെ ലൗഡ് സൗണ്ട്സ് ആണ് അല്ലേ. ക്വയറ്റ് സൗണ്ട്സ് എന്ന് പറയുമ്പം മർമറിങ്, അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതെന്താ, ഇറ്റ്സ് വെരി ക്വയറ്റ് സൗണ്ട്. പിന്നെ ഹൈ പിച്ച് സൗണ്ട് എന്ന് പറയുമ്പം വി ക്യാൻ സേ ഫയർ വർക്കൊക്കെ ഹൈ പിച്ച് സൗണ്ടാണ്. ബെൽസിൻ്റെ വരുന്ന ഹൈ പിച്ച് സൗണ്ടാണ്. ലോ പിച്ച് സൗണ്ട് എന്ന് പറയുമ്പം എഗെയിൻ വി ക്യാൻ സേ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ദാറ്റ് ഈസ് ഗോങ് എന്ന് വരുന്ന ശബ്ദം, അതായത് ചെറിയ ചെറിയ ബെല്ലുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന ശബ്ദം, ഫ്രോഗ് ഉണ്ടാക്കുന്ന ശബ്ദം, അതൊക്കെ എന്താ, ലോ പിച്ച് സൗണ്ട്സ് ആണ്. സോ നൗ വി ആർ ഗോയിങ് ടു ലുക്ക് അബൌട്ട് ദ സൗണ്ട് വേവ്സ്. ഓക്കെ, സോ വേർ ഡസ് ദ സൗണ്ട് കംസ് ഫ്രം? That is, the things that vibrate makes sound. Okay, to means to vibrate back and forwards very quickly, it will create sound. അതായത് നമ്മളൊരു സ്കെയിൽ എടുക്കുക, സ്കെയിലിനെ നമ്മൾ ഒന്ന് വൈബ്രേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് കാണാം ഇറ്റ് വിൽ ബി മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ. സോ ദാറ്റ് വൈബ്രേഷൻ വിൽ ക്രിയേറ്റ് ദ എയർ മോളിക്യൂൾസ് അല്ലെങ്കിൽ എയർ പാർട്ടിക്കിൾസ് നിയർ ബൈ ടു വൈബ്രേറ്റ് ആൻഡ് ദസ് ഡ്യൂ ടു ദാറ്റ് വൈബ്രേഷൻ, അതായത് ആ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷൻ കാരണം ചുറ്റുമുള്ള എയർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ആവും. ആ എയർ പാർട്ടിക്കിൾസ് ഇറ്റ് വിൽ വൈബ്രേറ്റ് നിയർ ബൈ എയർ പാർട്ടിക്കിൾസ്. സോ അങ്ങനെ വൈബ്രേഷൻ നടന്ന് ഇറ്റ് വിൽ റീച്ച് അവർ ഇയേഴ്സ്. സോ ദിസ് ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് ബാക്ക്വേർഡ് മോഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ ആണ് സൗണ്ട് പ്രൊഡ്യൂസ് ആവാനുള്ള റീസൺ. ഓക്കെ, സോ ദ മെൻ ഇൻ ദ പിക്ചർ ആർ ഹിറ്റിംഗ് ഡ്രംസ് ടു മേക്ക് ദം വൈബ്രേറ്റ്. When the drums vibrate, the drums make a sound. So if you hit a drum with more force, it vibrates more and this makes a louder sound. അല്ലേ, നമ്മൾ പറഞ്ഞു ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് ബാക്ക്വേർഡ് മോഷൻ ഉണ്ട്. സോ നമ്മൾ ലാർജായിട്ട് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫോർവേഡ് ബാക്ക്വേർഡ് മോഷൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫോർവേഡ് മോഷനും ബാക്ക്വേർഡ് മോഷനും കൂടും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലൗഡർ സൗണ്ട് ആയിരിക്കും കിട്ടുക. So if you touch a front of your neck while you are speaking, you can feel a vibration. The vibration comes from your vocal cords which make the sound when you speak. So loudspeaker produce sound from television and radio and music players. So if you put small objects into the paper cone of the loudspeaker like this, the objects will bounce around and this shows that the paper cone in the loudspeaker is vibrating. Okay, so not all sounds are vibrate same. Sounds can vary in both loudness and pitch. So thunder makes a sound with a low pitch. A baby crying make a sound with a high pitch. ഓക്കെ, അതായത് ഈ ലോ പിച്ചും ഹൈ പിച്ചും ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കൊരു ഹൈ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ്സ് നമുക്ക് ഒരുപാട് വലിയ ഇൻറ്റൻസ് ഓഫ് സൗണ്ട് ആയിരിക്കും കേൾക്കുക. ഇപ്പം ലോ പിച്ച് എന്ന് പറയുമ്പോൾ ഒരു ടൈം എടുത്തിട്ട് നമുക്ക് ആ ഒരു ഡിഫറൻസ് അത് നിങ്ങൾ ഫ്രീക്വൻസി പഠിക്കുമ്പം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ വൈബ്രേഷൻ മേക്സ് വാട്ട്? Vibration makes sound. Clear? So vibration, that is to and fro motion, forward or backward movement produces sound. So sound waves forming a vibrating object to our ears, this is called sound wave. Sound travels from a vibrating object to our ears and this is called sound wave. So what is the sound wave? When an object vibrates, it moves backward and forward. Every time object vibrate forward, in front of the object that get pushed forward. Air in front of the object gets pushed forward. So the particles in the air are made to vibrate backwards and forwards in the time with vibrating objects. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷൻ കാരണം എയർ പാർട്ടിക്കിൾസിനും ഈ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റും ബാക്ക്വേർഡ് മൂവ്മെൻറ്റും ഉണ്ടാവും. സോ here we can say when the particles in the front of the object vibrate, those particles make the particles in front of them vibrate. This makes a sound wave. So ഇവിടെ ഒരു എയർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ആവും, പിന്നെ അത് ഫോർവേഡ് വരും, പിന്നെ ബാക്ക്വേർഡ് പോവും. ദിസ് കോസ് എ നിയർ ബൈ എയർ പാർട്ടിക്കിൾസ് ടു വൈബ്രേറ്റ്. അങ്ങനെ ഈ
ഓരോ അടുത്തുള്ള എയർ പാർട്ടിക്കിൾസിനെ വൈബ്രേറ്റ് ചെയ്ത് ദസ് ഇറ്റ് വിൽ റീച്ച് ദി എയർ. അല്ലാതെ ഇവിടെയുള്ള എയർ ഇങ്ങോട്ട് മൂവ് അല്ല, ഇവിടുത്തെ എയർ വൈബ്രേറ്റ് ആവും. സോ ദിസ് കോസ് ദ നിയർ ബൈ എയർ പാർട്ടിക്കിൾസ് ടു വൈബ്രേറ്റ്. അല്ല, ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പം അവിടെ ആ ഒരു എയർ പാർട്ടിക്കിൾ മറ്റൊരു എയർ പാർട്ടിക്കിളുമായിട്ട് കൊളൈഡ് ആവുന്ന സമയത്ത് ദിസ് വിൽ കോസ് ദ നിയർ ബൈ എയർ പാർട്ടിക്കിൾസ് ടു വൈബ്രേറ്റ്. അങ്ങനെ വൈബ്രേഷൻ നടന്ന് ഇറ്റ് വിൽ റീച്ച് അവർ ഇയേഴ്സ്. And the speed of the sound waves in the air is about 343 meter per second. Okay, 343 അല്ലെങ്കിൽ നമ്മൾ റഫായിട്ട് 330 meter per second ആണ് പറയുക. The picture shows how the vibrating cone in a loudspeaker makes a sound wave. So here we can see a vibrating cone. This is the direction of a sound wave, the vibration of air particles in the sound wave. This double arrow indicates that it is having a forward and a backward motion. Okay, so this is how a sound wave is created. A sound wave is travels from a vibrating object to our ears, and this is called what? A sound wave. So the vibration of the air particles in very loud sound can causing damage to the ears. അതായത് നമ്മുടെ ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഇയർ ഡ്രം ഉണ്ട്, ഇയർ ബോൺസ് ഉണ്ട്, പിന്നെ കോക്ലിയ, അങ്ങനെ കുറേ പാർട്സ് ഉണ്ട്. സോ ഈ ഇയർ ഡ്രമ്മിൽ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ആവും. അങ്ങനെയാണ് ഇറ്റ് മേക്സ് പ്രൊഡ്യൂസേഴ്സ് നമുക്ക് ആ സൗണ്ടിനെ നമ്മുടെ ഇയർ അല്ലെങ്കിൽ ഓഡിറ്ററി നെർവ് റിസീവ് ആവുന്നത്. സോ ഈ വൈബ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബ്രേക്ക് അവർ ഇയർ ഡ്രം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഒരുപാട് നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് സൗണ്ട്, ഇത്ര എമൗണ്ട് ഓഫ് വൈബ്രേഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡാമേജ് അവർ ഇയേഴ്സ്. സോ വൈബ്രേഷൻ ഫ്രം ക്വയറ്റ് സൗണ്ട് ക്യാൻ ടു സ്മോൾ ഫോർ ദ ഇയേഴ്സ് ടു ഡിറ്റക്ട്. Sound at a certain pitch can cause damaging vibration even when the sound is not very loud. അല്ലേ, അതായത് ഈ ഇത്ര നമ്പർ ഓഫ് വേവ്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുതലുള്ള ചില സൗണ്ട്സ് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും, അതും നമുക്ക് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. So sound wave transfers sound energy. So the vibration of particles in the air is transferred to other objects. When the vibration is transferred, the object will start to vibrate. So the glass in the bottom of the right picture has broken because of the vibration of high pitch sound. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ഗ്ലാസ് തന്നെ ഹൈ പിച്ച് സൗണ്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേഷൻ ഉണ്ടാക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വൈബ്രേഷൻ ആയിരിക്കും ഒരു ഹൈ പിച്ച് സൗണ്ടിൽ ഉണ്ടാവുക. സോ അത് കാരണം അവിടെ എന്ത് സംഭവിച്ചു? എയർ പാർട്ടിക്കിൾ ഈ ഒരു പെർട്ടിക്കുലർ ഗ്ലാസ് ബ്രേക്കായി. So this boy shown some feathers in the air. When they hit the floor, there will be a sound, but the vibration will be too small for his ear to detect. അല്ലേ, ആ ഒരു പെർട്ടിക്കുലർ ഫെദർ ആ ടൈലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് പതിയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി സ്മോൾ. സോ അതുകൊണ്ടാണ് നമുക്കത് കേൾക്കാൻ പറ്റാത്തത്. സോ അത് നമുക്ക് എന്താ വളരെ കുറഞ്ഞൊരു സൗണ്ടാണ്. സോ ചിലപ്പോൾ അതെന്താ വെരി ലോ പിച്ച് സൗണ്ട് ആൻഡ് വെരി ക്വയറ്റ് സൗണ്ടാണ്. സോ അത് നമുക്ക് കേൾക്കാൻ പോലും പറ്റില്ല. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഹിയർ വി ഹാവ് ഡിസ്കസ് ദാറ്റ് to produce sound we need the vibration of particles, and this will make the nearby air particles to vibrate. സോ ഇവിടെ പാർട്ടിക്കിൾസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ, അതായത് ഇവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാകുമ്പം പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ആകുമ്പോഴാണ് അത് സൗണ്ടായിട്ട് നമ്മുടെ ഇയറിൽ എത്തുന്നത്. സോ എ മീഡിയം അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അതായത് മീഡിയം അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദർ ഇസ് നോ പാർട്ടിക്കിൾ ദർ വിൽ ബി നോ വൈബ്രേഷൻ ആൻഡ് ദർ വിൽ ബി നോ സൗണ്ട്. സോ അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ മീഡിയം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Sound wave travel by making particles vibrate, and sound will travel through anything that has particle, gas, liquid or solid. അപ്പോൾ പാർട്ടിക്കിൾസ് ഉള്ള ഏതൊരു മീഡിയത്തിൽ കൂടിയും അത് പാസ്സാവും. ഓക്കെ, അത് സൗണ്ട് ആവാം, ദാറ്റ് ഈസ് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. So we can demonstrate this by tapping on a table. Ask another person to listen to the sound. Then ask them to put their ear on the table and listen them again. അതായത് ഇതൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾ അറിയാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഡെസ്കിൽ ഇങ്ങനെ തലവെച്ച് നോക്കുമ്പം നമുക്കൊരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. ദിസ് ഷോസ് ഇറ്റ് ട്രാവൽസ് ത്രൂ സോളിഡ്. So the first part of the demonstration shows that the sound, അതായത് നമ്മൾ ജസ്റ്റ് ഒരു ദൂരെ നിന്ന് വ്യൂ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ട്രാവലിംഗ് ത്രൂ ഗ്യാസ്. The second part shows the sound travel through the table which is solid. The sound also travel through liquids. So solidൽ കൂടെ പാസ് ചെയ്യും, ലിക്വിഡിൽ കൂടെ പാസ് ചെയ്യും, ആൻഡ് ഓൾസോ ത്രൂ ദ ഗ്യാസ്. ബട്ട് ഇഫ് ദർ ഇസ് നോ പാർട്ടിക്കിൾസ്, ഒരു പാർട്ടിക്കിൾസും ഇല്ലെങ്കിൽ സൗണ്ട് വേവ്സ് എന്താവില്ല, സൗണ്ട് വേവ്സ് ട്രാവൽ ആവില്ല.
സോ animals such as whales, dolphin communicate with sounds. അതായത് അവർ ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അനിമൽസ് ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതായത് പരസ്പരം അവരുടെ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് ചില സൗണ്ട്സ് ആണ്. സോ സൗണ്ട് വേവ്സ് മൂവ് same way in gases, liquids and solids. The sound wave make particles vibrate backwards and forwards. The substance that sound wave move through is called medium. അതായത് ഒരു മീഡിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മീഡിയം ഉണ്ടെങ്കിൽ, അതായത് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ആയിട്ട് നമ്മുടെ ഇയറിലോട്ട് എത്തുള്ളൂ. സോ therefore a solid liquid gas can call be a medium for sound. അല്ലേ, സൗണ്ട് ട്രാവൽ ആവണമെങ്കിൽ ഒരു മീഡിയം വേണം, അതായത് പാർട്ടിക്കിൾസ് വേണം. അത് നമുക്ക് എന്തിലുണ്ട്, സോളിഡ് ലിക്വിഡ് ഗ്യാസിലുണ്ട്. സോ ഇറ്റ് ഈസ് ഈസി. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ. സോ വൈബ്രേഷൻ ഇൻ എ വാക്യൂം. To hear a sound, there must be a vibration to make the sound. സോ സൗണ്ട് ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വൈബ്രേഷൻ. സോ ഈ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ആകുമ്പോഴാണ് നമുക്ക് സൗണ്ട് കേൾക്കുന്നത്. സോ സെക്കൻഡ് തിങ്, ഇറ്റ് നീഡ് എ മീഡിയം. ഒന്ന് വൈബ്രേഷൻ, ഒന്ന് മീഡിയം. സോ എ മീഡിയം കണ്ടെയ്നിങ് പാർട്ടിക്കിൾസ് ത്രൂ വിച്ച് ദ സൗണ്ട് വേവ് ക്യാൻ ട്രാവൽ. ഈ വൈബ്രേഷൻ ക്രിയേറ്റ് ആയാൽ മാത്രം പോരാ, ഇറ്റ് വിൽ ആ വൈബ്രേഷൻ കാരണം നിയർ ബൈ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ആകുമ്പോഴാണ് നമ്മുടെ ഇയറിലോട്ട് റീച്ച് ആവുന്നത്. സോ ഇവിടെ ഒരു മീഡിയം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, സൗണ്ട് വേവ് ഉണ്ടാവില്ല. സോ യു സോ ഇൻ ടോപ്പിക് 3.3 ദാറ്റ് എ വാക്യൂം ഇസ് എ സ്പേസ് വേർ ദർ ഇസ് നോ പാർട്ടിക്കിൾസ്. അല്ല, വാക്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു പാർട്ടിക്കിൾസും ഇല്ലെങ്കിൽ നമുക്കതിനെ വാക്യൂം എന്ന് പറയാം. So as there is no particles in a vacuum, there is nothing to vibrate to make a sound wave. അല്ലേ, അപ്പോൾ വാക്യൂത്തിൽ ഒരു പാർട്ടിക്കിൾസും ഇല്ല. അപ്പോൾ അവിടെ വൈബ്രേഷൻ നടന്നാലും അവിടെ പാർട്ടിക്കിൾസ് ഒന്നും വൈബ്രേറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്യൂമിൽ ക്രിയേറ്റ് ആവുന്ന വൈബ്രേഷൻ കാരണം നമുക്ക് ഒരു സൗണ്ടും കേൾക്കാൻ പറ്റില്ല. സോ therefore sound will not travel in vacuum. Okay, so space is vacuum. If sound waves could travel through space, we would be able to hear sun. അല്ലേ, ഇപ്പം നമുക്ക് നമ്മുടെ സ്പേസ്, അതായത് സോളാർ സിസ്റ്റത്തിലുള്ള എൻ്റയർ ഏരിയ സ്പേസിലൊക്കെ ഉള്ളത് എന്താ, വാക്യൂം ആണ്. സോ അത് വാക്യൂം അല്ലെങ്കിൽ നമുക്ക് എന്തായേനെ, നമുക്ക് ഈ സണ്ണിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ജൂപ്പിറ്റർ, എർത്ത്, മൂൺ, ഇതിൻ്റെയൊക്കെ സൗണ്ട്, അത് ഓർബിറ്റ് ചെയ്യുന്ന സൗണ്ടൊക്കെ നമുക്ക് ക്ലിയർ ആയി കേൾക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ വാക്യൂം ആയതുകൊണ്ടാണ് നമുക്ക് ആ സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റാതായത്. ഓക്കെ, so if sound waves could travel through space, we would be able to hear the sun. Scientists think that sun would make a high pitch humming sound with low pitch sounds from the time to time. So we can demonstrate that the sound does not travel in a vacuum. അതിന് നമ്മൾ എന്താ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, if you put an electric bell in a glass jar, you can see it vibrate and it makes a sound. സോ അതൊരു ഗ്ലാസ് ജാറിൽ ഇടുമ്പോൾ നമുക്ക് അവിടെ വൈബ്രേഷൻ കാണാനായിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം വി ക്യാൻ ഹിയർ ഓൾസോ, ബിക്കോസ് ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ ബോത്ത് എയർ ആൻഡ് as well as solid. സോ അത് കാണാനും പറ്റുന്നുണ്ട്, കേൾക്കാനും പറ്റുന്നുണ്ട്. സോ ഇഫ് ദി എയർ ഇസ് പംപ്ഡ് ഔട്ട് ഓഫ് ദ ജാർ, ഇനി സെക്കൻഡ് ടൈം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഗ്യാസ് ജാറിൽ നിന്ന് എയർ മൊത്തം പുറത്തോട്ട് കളയുക. ഓക്കെ, ആൻഡ് വി ആർ ക്രിയേറ്റിംഗ് എ വാക്യൂം ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ ബെൽ ഇസ് വൈബ്രേറ്റിംഗ്. നമുക്ക് അവിടെ ബെല്ല് വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവിടുത്തെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് sound will not travel through vacuum. Okay, so here we can see the bell vibrating, but we cannot hear the sound of the bell. So this is how we will do an experiment. First nammal with the bell, with gas jar, with air particles, we can hear the sound. The second time we are removing all the air and we are creating a vacuum. So vacuum create ചെയ്യുന്ന സമയത്ത് we can see the bell is vibrating, but we cannot hear the sound because sound need a medium to travel. സൗണ്ട് വേവിന് ഒരു മീഡിയം വേണം. ഇവിടെ ആ മീഡിയം ഇല്ല, പാർട്ടിക്കിൾസ് ഇല്ല. സോ അതുകൊണ്ട് അത് ട്രാവൽ ആവില്ല. സോ എങ്ങനെയാണ് സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ആവുന്നത്? ഡ്യൂ ടു ദ വൈബ്രേഷൻ ഓഫ് any object, it will create the air particles to vibrate. This causes nearby air particles to vibrate. So ഇങ്ങനെ ആയിരിക്കും ഒരു പെർട്ടിക്കുലർ സൗണ്ട് വേവ് ക്രിയേറ്റ് ആവുക. അതായത് നമ്മളൊരു ടു ആൻഡ് ഫ്രോ മോഷൻ, ഒരു ഫോർവേഡ് ബാക്ക്വേർഡ് മോഷൻ ഉണ്ടാവും. ചില ഏരിയാസിലെ എയർ പാർട്ടിക്കിൾസ് ക്ലോസർ ആയിരിക്കും, ചില ഏരിയാസിലെ എയർ പാർട്ടിക്കിൾസ് ഫാർ അപ്പാർട്ട്സ് ആയിരിക്കും. സോ അത് എങ്ങനെയാണ്, അതിൻ്റെ ടേംസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ പഠിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് സെഷൻ ഇസ് ക്ലിയർ ഫോർ യു. ഇന്ന് നമ്മൾ ജസ്റ്റ് ബേസിക് ഓഫ് സൗണ്ട് ആണ് നോക്കിയത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരുപാട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.